വേണ്ട ജിമ്മി വേണ്ട 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 വേണ്ട. വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ലോഗ്. ഇപ്പൊ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ജിമ്മി നേരത്തെ കയറി വന്നിരുന്നു ഞങ്ങളെ പറ്റിയെ. എന്ത് മോണ അറിയോ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല, അജാതി പോണം. ആ ജിമ്മീനെ സീറ്റ് ഔട്ട് നിന്ന് എങ്ങനെയൊക്കെ പുറത്താക്കണം. ഞാൻ അപ്പൊ അമ്മനെ വിളിച്ചു പറഞ്ഞിരുന്നു, തല്ലി പുറത്താക്കാനാ പറഞ്ഞു. ഇതാ കിടക്കണേ, ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്തോ ജാതി വേണം, ചീഞ്ഞ എന്തൊക്കെയാ വേണം. അമ്മ സീറ്റ് ഔട്ടൊക്കെ അടിച്ചു തരുമ്പോണ്ടല്ലോ ജിമ്മി കിടക്കണമെങ്കിൽ ജിമ്മി പോകും കേട്ടോ. ഇവിടുന്ന് എണീറ്റിട്ട് ചെയ്ത് നോക്കിയാലോ, ചിലപ്പോൾ പോയാലോ. മോള് മാറ്, ജിമ്മീനോട് നോട്ടിക്കട്ടെ. മാറേ ഗോ ഗോ ഗോ. ഏയ് പോ പോ പോ. ജിമ്മീൻ്റെ അകത്തേക്ക് ഒന്ന് മാറേ. മാറേ കണ്ടോ, ഇവിടെ നനവ് എന്തൊക്കെയോ ഉണ്ട്. ജിമ്മി ഏത് കാട്ടുക ജിമ്മി പോയി ചാടിയത്? തോട്ടിന്ന് വേറെ പട്ടിക്കുട്ടികളുടെ സൗണ്ട് കേൾക്കണം. പിടിച്ചോ 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 പിടിച്ചോ. ഇവിടുന്ന് വല്ല പോണേരിക്കും നല്ലത്. ആ കുട്ടി പട്ടീനെ തോട്ടിനടുത്ത് കരയ്ക്ക് ഇടായിരുന്നു, പക്ഷെ അതിൻ്റെ തള്ളപ്പട്ടി നോക്കിയിട്ടുണ്ട്. കയറി വന്ന് കടിച്ചാലേ പൊക്കുള്ള സൂചിയൊക്കെ എന്നാ പറയുന്നത്. സിറ്റൗട്ട് എങ്ങനെയൊക്കെ തുടച്ചെടുത്താലോ. മണക്കാന്ന് കയറുമ്പോൾ തന്നെ ഇതാ വരുന്നത് പട്ടിക്കുട്ടി, ഇതാ വരുന്നത്. ഇവിടെ എത്തിയല്ലോ ജിമ്മി. ജിമ്മി ആ റോഡ് നോക്ക്. ഇതാ ജിമ്മിൻ്റെ അടുത്ത് നിൽക്കണ്. ജിമ്മി ബാ ഇവിടെ. അച്ഛ വേറെ പട്ടിക്കുട്ടി വന്നിക്കണേ. അല്ല വേറെ പട്ടിക്കുട്ടി, ചെറിയ പട്ടിക്കുട്ടിയെ ജിമ്മിൻ്റെ വേക്കാല വന്നിക്കണ്. സിറ്റ് ഔട്ട് തുടയ്ക്കണോ? വേണ്ട, തുടയ്ക്കണ്ട, മടിയാവുകൊണ്ട് തുടയ്ക്കണ്ട. തണുക്കും, അല്ലേലും തണുപ്പാ. ഹുഡിയിട്ട് തുറക്കണ്ട. സഫാരി അടിച്ച് ഈ സർച്ചിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് പിടിച്ച് നോക്കിയായി ആയിക്കോളും. ഈ പാത്രം കഴുകി വെക്കണല്ലോ. പട്ടിക്കുട്ടി ഇവിടുന്ന് പോണില്ല കേട്ടോ. അതിന്റെ പേരൻസ് എവിടെ? പേരൻസ് ഹേയ് വേണ്ട വേണ്ട ജിമ്മി വേണ്ട 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 അത് വേണ്ട 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 വേണ്ട. പാവം പാവം ജിമ്മി. ബാ ബാ ഇവിടെ വാ ജിമ്മി ഇവിടെ. പാവം പട്ടിക്കുട്ടി. പട്ടിയൊക്കെ എന്ത് ഈ ചെറിയ സാധനം ഇട്ട് കൊടുത്തത് തന്നെ പട്ടികളെ വേക്കാല് വരും. പൂച്ച തന്നെ ഇല്ലല്ലേ? ഇതാ പൂച്ച ആ ജനലിൽ കൂടെ പോയിക്കുന്നത്. പൂച്ചയും പട്ടിയും കണ്ട്. വേണ്ട മോളോ, അത് പൂച്ചയാണോ പട്ടിയാണോ എന്ന് നിനക്ക് പോലും അറിയില്ല. പക്ഷെ നിന്നെ പോലും അറിയൂല. വീഴ്ചയുണ്ടോ നീ പട്ടിയാന്ന്. നീ മോള് സൈഡിൽ കൂടെ പോ. അതിനൊന്നും കാട്ടില്ലേ പാവം. വീട്ടു പോയിക്കോ ഇവിടെ സ്ഥലമല്ല മച്ചാനെ. ഓൾറെഡി കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ എൻ്റെ മോനെ ആ പട്ടിക്കുട്ടി അതാ പിന്നെയും വന്നിക്കണേ. മിക്കവാറും പട്ടിയോ പൂച്ച എന്തെങ്കിലുമൊക്കെ അതിനെന്തെങ്കിലുമൊക്കെ കാട്ടെന്ന് തോന്നുന്നു. ജെമ്മി ഓ മണക്കണ ഈ റൂം കയറല്ലേ. ചാക്ക്, എൻ്റെ ചാക്ക് എന്നോ ഈ മൂലയ്ക്ക് ഇരുന്നോ. ഓ എന്താ ജെമ്മി. ഞാൻ കുറച്ച് കാര്യങ്ങൾ പോകട്ടെ, കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഓക്കെ, ഞാൻ കുത്തി വെച്ചിട്ട് കുറേ നേരം നോക്കിയിരിക്കണം. പുറത്ത് നല്ല ഇടിയുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞിട്ട് കറണ്ടും ഇല്ല, മൊബൈലാണെങ്കിൽ ചാർജും ഇല്ല. ഇപ്പോൾ സമയം 4:55 കഴിഞ്ഞു കേട്ടോ. ഞാൻ കുറേ നേരം ഇനി ഉറങ്ങാനൊക്കെ നോക്കി, പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല. എന്താണെന്ന് അറിയില്ല. കറി എന്താ? പരിപ്പ് തക്കാളി രാവിലത്തെ അറിയോ? രാവിലെ എന്താ പറയാ? ഉള്ളിയും തക്കാളി. എത്ര ദിവസം ഉള്ളിയും തക്കാളി? ഇന്നലെ മീൻ കറി ഒന്നും അല്ല, ഇന്നലെ വൈകുന്നേരന്റെ എന്തോ അല്ലേ? ആ വൈകുന്നേരത്തെ ഇത് സെക്കൻഡ് പോലെ ആയതുകൊണ്ട് വേണോ എന്തോന്നും അറിയില്ല. ഇടയ്ക്ക് സ്റ്റക്കായി പോകുന്നുണ്ട് ക്യാമറ. പിന്നെ മെയിനായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ, കാര്യം എടുക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് സ്റ്റക്കായി പോവുക. പിന്നെ തന്നെ ഓഫായി പോവുക. കളറൊക്കെ മാറുന്നുണ്ട് ഇന്നത്തെ ക്യാമറേൻ്റെ. കറി സാധനങ്ങളും ഉള്ളിയും തക്കാളിയാണ് കറി. പിന്നെ മീൻ ചുട്ടുണ്ട്, അതുണ്ടോ. ഇപ്പം ഞാൻ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. പുറത്ത് ചെറുതായിട്ട് ചാറ്റിലുണ്ട്, അധികമല്ല, ചെറുതായിട്ട് ചാറ്റിലുണ്ട്. ഇത് ചാറ്റിലിന് എപ്പോൾ കഴിയുമോന്നും അറിയില്ല. ജിമ്മി കടന്നുറങ്ങണം. നോക്ക്, രാവിലെ എന്തൊക്കെയോ മണം കൊണ്ട് വന്നതൊക്കെ കടന്നിറങ്ങണേ എന്താണെന്ന് അറിയില്ല. ഇനി യൂട്യൂബിൻ്റെ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയും പഠിക്കാനുണ്ട്. ഉഷാറാക്കണം. ഇനി കുറേ ഫസ്റ്റത്തെ 30 സെക്കൻഡ് എനിക്ക് ഇനി ശ്രദ്ധിക്കാനുണ്ട്. അത് മാത്രം ശ്രദ്ധിക്കാട്ടോ. കുറച്ച് കഴിഞ്ഞ് കാണാൻ നമുക്ക് എപ്പോൾ കാണുന്ന അറിയില്ല. എന്തായാലും കുറച്ച് കഴിയട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട് കേട്ടോ. 7 മണി കഴിഞ്ഞിട്ട് എനിക്ക് എന്താ അറിയില്ല, ഒരു കാര്യം ചെയ്യാൻ തോന്നില്ല. എന്താണെന്ന് അറിയില്ല. ഉറങ്ങാൻ കിടന്നാലും ഉറക്കം വരുന്നില്ല. ഞാൻ കുറേ ഉറങ്ങി നോക്കി. ഉറങ്ങാനാകുമ്പോഴത്തേക്കും എന്തോ തലയിൽ പെട്ടെന്ന് വരും.
ആ വീട്ടിൽ ഉറക്കാൻ പോകും. എൻ്റെ ഇപ്പോഴത്തെ ഉള്ള എനർജി ഫുള്ളും വ്ളോഗിലാട്ടോ. രാവിലെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്ത് അത് വ്ളോഗ് എടുക്കണം, വേണ്ടേ ഉറക്കമില്ലാതായി പോയി. സത്യം പറയാലോ, സക്സസ് ആവുകയാണ് ഉറപ്പാ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സക്സസ് ആയേ പറ്റൂ. എത്ര വ്യൂസ് കുറഞ്ഞാലും വ്യൂസ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ക്യാമറ പകുതിക്ക് തന്നെ ഓഫായി പോകണം. കൊല്ലം കൂടി ആയിട്ടുണ്ടല്ലോ. എനിക്ക് ദേഷ്യം പിടിക്കണേ. ഞാനൊന്നും നോക്കൂല, ഞാൻ നേരത്തെ വ്ളോഗ് എടുക്കും. ഞാൻ നേരത്തെ വ്ളോഗ് എടുക്കും, ഒന്നും ഞാൻ നോക്കൂല. സത്യം പറഞ്ഞെങ്കിൽ പിരാന്താവണ്ട് പറയാം, പിരാന്താവണ്ട്. ഇനിയിപ്പോ എന്ത് പറയണമെന്ന് മനസ്സിലാവില്ല. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും കളിയാക്കിയാലും ചീത്ത പറഞ്ഞാലും തെറി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് അറിയണ കാര്യം വരെ എന്നെ നോക്കി പറഞ്ഞാലും ഞാൻ വ്ളോഗ് എടുക്കാതെ ഇനി നിൽക്കൂല. കാര്യം അറിയാം എനിക്ക്. ഞാൻ ഉറപ്പ് ഞാൻ നേരത്തെ വ്ളോഗ് ആരെന്ത് പറഞ്ഞാലും കരയാൻ തോന്നില്ല, കരയും ചെയ്യും, വ്ളോഗ് എടുക്കുകയും ചെയ്യും, നേരത്തെ ഇതാക്കുകയും ചെയ്യും. എൻ്റെ കംഫോർട്ടിൽ ഞാൻ എണീറ്റ് പോയിട്ട് ഓരോ കാര്യം ചെയ്യുകയും ചെയ്യും. ഞാനിപ്പോൾ ചോറ് കഴിക്കട്ടെ, എന്താ അറിയുന്നറിയില്ല, നോക്കി നോക്കാം. വൈകുന്നേരം മുളേൻ്റെ കൂമ്പ് മുറിക്കുന്നുണ്ടായിരുന്നു. മുളക്കറി. ഇതാണ് മുളേൻ്റെ കൂമ്പിൻ്റെ കറി. ഇതൊക്കെ കാണുന്നുണ്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ കിങ്ങിണി ഉണ്ടാക്കിയ തക്കാളീൻ്റെ കുറച്ച് എടുത്തിക്കണേ. ഇതൊക്കെ ഞാൻ പകുതി മുക്കാലും എടുത്തിക്കണേ. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പോലെ അമ്മ എത്തിയായിട്ട് ഞാൻ വേഗം കടന്നോട്ടെ. ഒരാൾ നേരത്തെ എണീക്കണം എന്തായാലും, നാളെയും. അവിടെ കിടക്കാം, അവിടെ കിടക്കാം. എന്താ നീ വിളിക്കാം. പിന്നെ എന്ത് ചെയ്യണം, 6 മണി എടുക്കാണ്ടേ വാല് വിട്ടിട്ട്. അപ്പൊ കാലം എത്ര മണിക്ക്? 7 മണിക്ക് വിളിക്കുന്ന പറഞ്ഞേക്കണേ. ഞാൻ പോട്ടോ, വാലടിച്ചോ. അപ്പോൾ ഈ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ എടുക്കാതെ എന്താ അറിയോ, ആ റൂമിൽ ലൈറ്റ് ഇല്ല, ബൾബ് അടിച്ചു പോയി കിടക്കുക. ബൾബല്ല, സ്വിച്ച് ബോർഡില്ലേ, അത് അടിച്ചു പോയി കിടക്കുക. അതുകൊണ്ട് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി വേഗം ഉറക്കം വരികയായിരിക്കും, എന്താ അറിയില്ല. നോക്കാം, നേരത്തെ ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ നേരത്തെ ഉറങ്ങണം, രാവിലെ നേരത്തെ എഴുതണം. എന്നിട്ട് നാളെ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ ഇറങ്ങി പോവാൻ എങ്ങോട്ടേലൊക്കെ. അപ്പോൾ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം. ബൈ.